തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ചൊവ്വന്നൂർ കല്ലഴി മേഖലകളിലാണ് മിന്നൽ ചുഴലി നാശം വിതച്ചത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത്. ചൊവ്വന്നൂർ സ്വദേശിയുടെ വീടിന് മുകളിലേക്ക് മരം വീണു. പന്തലൂരിൽ മാത്രം 10 ഇലക്ട്രിക് പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമറും തകർന്നു. ഇന്ന് രാവിലെയാണ് കുന്നംകുളം ചൊവ്വന്നൂർ മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ കാറ്റ് ആഞ്ഞു വീശിയത്. അതോടുകൂടി തന്നെ ഈ മേഖലയിലാകെ തന്നെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഞാൻ ഈ നിൽക്കുന്നത് ചൊവ്വന്നൂർ സ്വദേശിയായ ശിവദാസന്റെ വീടിനടുത്താണ്. വീടിന് മുകളിലേക്ക് മരം വീണ് വീടിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്ന നിലയിലാണ്. ആ സമയത്ത് വീട്ടുകാർ വീടിനകത്തുണ്ടായിരുന്നു. ഏതോ ഭാഗ്യത്തിന് അവർക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ഈ വീട്ടുകാർക്ക് എന്തായാലും ഇവിടെ നിന്ന് ഈ പുറത്തിറങ്ങണമെങ്കിൽ ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ മതിൽ ചാടി കടക്കണം എന്നുള്ളൊരവസ്ഥയാണ്. ചേച്ചി, നിങ്ങൾ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അമ്പലത്തിൽ പോയി വന്ന് അകത്തേക്ക് കയറിയ സമയത്താണ് നല്ലൊരു കാറ്റും. പുറത്തായിരുന്നെങ്കിൽ അതെ 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 അപ്പോൾ വന്ന് കയറിയുള്ളൂ. അകത്തേക്ക് കയറിയിട്ട് മുകളിലേക്കാണ് കയറിയത്. ആ സമയത്താണ് നല്ല ശബ്ദത്തോട് കൂടിയിട്ട് ഭയങ്കര ശബ്ദവും കേട്ടു. പെട്ടെന്ന് ആകെ ഒന്നാകെ വീഴുകയാണോ സംശയം തോന്നി. പിന്നെ ആകെ ഭയപ്പെട്ടു. ഞാൻ വീടിന്റെ ഉള്ളിലായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും വീടുകളുടെ പരിസരത്തേക്ക് മാത്രമല്ല റോഡിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ മരങ്ങൾ വീണിട്ടുണ്ട്. അത് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ്. പന്തലൂർ അമ്പലത്തിന്റെ റോഡിലാണ് ഈ വലിയ നാശനഷ്ടമുണ്ടായ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇതിലൂടെ ഓട്ടോയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, ഓട്ടോയുമായി പോവുകയായിരുന്നു പന്തലൂർ സ്വദേശിയായ സൈമൺ. അദ്ദേഹത്തിന്റെ ഓട്ടോയ്ക്ക് മുകളിലേക്ക് ഈ ട്രാൻസ്ഫോർമറിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പോസ്റ്റ് ഉൾപ്പെടെയാണ് തകർന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത് ആ സമയത്ത്? അത് അതിഗംഭീരമായൊരു കാറ്റും പിന്നെ മരങ്ങളൊക്കെ വട്ടം ചുറ്റുന്ന മാതിരി. അങ്ങനെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തൊന്ന് വണ്ടി ഇവിടെ ട്രാൻസ്ഫോമർ ചാഞ്ഞു വരുന്ന കണ്ടിട്ട് മുന്നോട്ടെടുത്തതാണ്. മുന്നോട്ടെടുത്തത് വണ്ടി തിരിയുന്നതോട് കൂട്ടിയിട്ട് 2 പോസ്റ്റ് ഒരുമിച്ച് അങ്ങനെ പൊട്ടി വീഴായിരുന്നു. അങ്ങനെ ഞാൻ കുനിഞ്ഞ് താഴെ ഇറങ്ങി മെല്ലെ പുറത്തേക്ക് ചാടി മെല്ലെ ഇറങ്ങി പോകുന്നു. മഴ ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കാനായിട്ടില്ല, ചാറ്റൽ മഴ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വാടകയെ പോയിട്ട് ഇറക്കി വണ്ടി ആളെ ഇറക്കിയിട്ട് വീട്ടിൽ പോവുകയായിരുന്നു. ആ സമയത്ത് സംഭവിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. ഈ മേഖലയിൽ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും KSEB ജീവനക്കാരൊക്കെ തന്നെ ഇവിടെ ആ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു നഷ്ടം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോർമറുകൾക്കും അതുപോലെ തന്നെ വീടുകളുടെ മേൽക്കൂര ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ പറന്നുപോയിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ തന്നെ ഒരുപാട് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് മരങ്ങൾ ഒടിഞ്ഞു വീണിട്ട് KSEB ഈ പോസ്റ്റുകൾക്ക് മുകളിലൂടെയും കമ്പികൾക്ക് മുകളിലൂടെയും ഒക്കെ തന്നെ വീണിട്ടുമാണ്. എന്തായാലും ഈ മിന്നൽ ചുഴലി ചെറുതായൊന്നുമല്ല കുന്നംകുളത്തെ പല ഇടങ്ങളെയും ബാധിച്ചിരിക്കുന്നത്, വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.